വാട്സപ്പ് ബൾക്ക് സെൻറ്ററിൻ്റെ ഫീച്ചേഴ്സിനെ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെ വീഡിയോ ആണ്. നേരത്തെ 2 വീഡിയോകളിൽ ഡാറ്റ എക്സ്ട്രാക്ടറും അതുപോലെ തന്നെ ഗ്രൂപ്പ് ടൂളും നമ്മൾ പരിചയപ്പെട്ടിരുന്നു. മൂന്നാമത്തെ ഹെഡിൽ വരുന്നത് ഓട്ടോമേഷൻ ആൻഡ് ഫിൽട്രേഷനാണ്. ഓട്ടോമേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ പല ചാറ്റുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജിയോൻ്റെ ഒരു നമ്പറിലേക്ക് നമ്മളൊരു ഹായ് അയച്ചാൽ നമുക്കിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അതിലിങ്ങനെ ചാറ്റ് ചെയ്യാൻ പറ്റും. ചാറ്റ് ബോട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കീ ഫങ്ഷനുകളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതേ രീതിയിൽ നമുക്കൊരു ചാറ്റ് ബോട്ട് നിർമ്മിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ ഒന്നാമതായിട്ടുള്ളത്. നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനനുസരിച്ചാണ്. ഇപ്പോൾ ഒരാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഹായ് എന്നൊരു മെസ്സേജ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ തിരിച്ച് അദ്ദേഹത്തിന് എന്ത് മെസ്സേജാണ് പോകേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് വെക്കണം. അതിനൊരു ലിസ്റ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കണം. ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കുമ്പോൾ വെറുതെ ഇരുന്ന് കണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. അതിന് കൃത്യമായൊരു റൂട്ട് മാപ്പ് നമ്മൾ ആദ്യം തയ്യാറാക്കി വെക്കണം. ആ റൂട്ട് മാപ്പ് ഉണ്ടെങ്കിൽ ആ ചാറ്റിനെ ഒരു ഫൈനൽ പൊസിഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹായ് എന്ന മെസ്സേജ് വന്നു. നെക്സ്റ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് പോകേണ്ട ഒരു മെസ്സേജ് എന്താണ്, തിരിച്ച് അയാളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണ്, ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലാണ് അതിന് റീപ്ലൈ നമുക്ക് കിട്ടുള്ളൂ. കണ്ടിന്യൂറ്റ് ആയിട്ട് ചാറ്റിങ് പോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ CRM സോഫ്റ്റ്വെയറിൽ വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷെ അത് ഓഫ്ലൈനിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഓൺലൈനിൽ വർക്ക് ചെയ്യുന്ന വേറൊരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ നമ്മുടെ കയ്യിലുണ്ട്. അതിന് കുറച്ച് റേറ്റ് കൂടും എന്നുള്ളത് കൊണ്ട് നമ്മളത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറില്ല. 2000 രൂപയ്ക്ക് അതിന് റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ചാറ്റ് ബോട്ട് നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കി വെച്ചിട്ടാണ് ഇതിലേക്ക് വർക്ക് വരേണ്ടത്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റീപ്ലൈകൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആഡ് റോളിൽ വരാം. നമുക്കിവിടെ ഒരാൾ ചോദിക്കാൻ എന്തായിരിക്കും അയാൾ മെസ്സേജ് അയക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു മെസ്സേജ് നമുക്കിവിടെ കൊടുക്കാം. ഹായ് എന്നാണെങ്കിൽ ഹായ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള കീവേഡ് ഇത് എക്സാക്റ്റ് ആയിട്ട് വേണോ, കണ്ടെയ്നുമാണോ, അതിന് സ്റ്റാർട്ടിങ്ങിലാണോ എൻഡിലാണോ വേണ്ടതെന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യണം. അപ്പോൾ എക്സാക്റ്റ് എന്ന് കൊടുത്താൽ ആ സെയിം കീവേഡ് വന്നാൽ മാത്രമേ മറുപടി കൊടുക്കുള്ളൂ. ഓക്കെ, അതല്ല ഇനി നമുക്കൊരാൾ മെസ്സേജ് അയച്ചതിൻ്റെ ഉള്ളിലായിട്ട് എവിടെയെങ്കിലും ഹായ് എന്നുണ്ടെങ്കിൽ അതിനെന്ത് പോവും, ഈ റീപ്ലൈ പോവും. ഇനി അതല്ല മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഹായ് വേണ്ടത് വെച്ചാൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഏറ്റവും എൻഡിലാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ കീവേഡ് നമുക്ക് സെർച്ച് ചെയ്ത് വെക്കാം. എന്താണ് അതിന് മെസ്സേജ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. മെസ്സേജ് കൊടുക്കുക, അതിൽ ആഡ് ഫയൽ കൊടുക്കുക. ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് ഇത് ആഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ദെൻ അതിന് ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുത്താൽ നമുക്ക് നേരത്തെ പോലെ തന്നെ വാട്സപ്പ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ വാട്സപ്പ് നമ്പർ നമ്മളവിടെ ലിങ്ക് ചെയ്ത് കൊടുക്കുക. ആ ലിങ്ക് ചെയ്ത് ഈ സിസ്റ്റം ഓൺ ചെയ്ത് നിൽക്കുന്ന സമയത്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കതിന് റെസ്പോണ്ട് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. ഞാനതിലേക്കൊന്നും കൂടുതലായിട്ട് പോകാത്തതെന്ന് വെച്ചാൽ ഇത് ഇത്ര രീതിയിൽ തന്നെ ഇത് പറഞ്ഞു തരാനുള്ളൂ. നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. രണ്ടാമത്തെ അതിലൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വാട്സപ്പ് നമ്പർ ഫിൽറ്ററാണ്. നമുക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഡാറ്റകൾ കിട്ടും. ഡാറ്റകൾ ക്യാഷ് കൊടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ചില ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ നമ്പർ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും സ്റ്റോപ്പുകളെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബേസ് ചെയ്തിട്ടോ സ്കൂളുകളെ ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഡാറ്റകൾ കിട്ടും. ഈ ഡാറ്റകൾ കിട്ടിയാൽ എല്ലാ ഡാറ്റയിലും ചിലപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവില്ല. അതായത് വാട്സപ്പ് ഓപ്പൺ ചെയ്യാത്ത ഒരുപാട് ഡാറ്റകൾ ഇപ്പോഴും ഉണ്ടാവും, നമ്പർ ഉണ്ടാവും. ആ നമ്പറുകളെ ഫിൽറ്റർ ചെയ്തെടുക്കുക. വാട്സപ്പ് ഉള്ളതും ഇല്ലാത്തതായിട്ടുള്ള നമ്പറുകളെ ഫിൽറ്റർ ചെയ്തെടുക്കാനുള്ളതാണ് ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ളത്. ഇവിടെ അപ്ലോഡ് എക്സൽ ഫയൽ കൊടുക്കാം. then അതിന് ശേഷം സെക്കൻഡുകൾ നിർണ്ണയിച്ച് കൊടുക്കുക. അക്കൗണ്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ക്ലിക്ക് ടു ഇനീഷ്യേറ്റ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്താൽ നമുക്കിവിടെ വാട്സപ്പ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള അക്കൗണ്ടുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വാട്സപ്പ് ഉള്ളത് മാത്രം ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. വാട്സപ്പ് ഇല്ലാത്ത നമ്പറുകൾ ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് ഇങ്ങനെ ഫെയിലായി എന്നിങ്ങനെ കാണേണ്ടി വരില്ല. നമുക്ക് ഈ അടുത്ത് എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചാണ്, നിങ്ങളെ സോഫ്റ്റ്വെയർ പക്കയല്ല, ഇത് ഫേക്കാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ എനിക്ക് ഡെലിവേർഡ് അല്ലാത്ത ചില നമ്പറുകൾ തന്നു. ഞാൻ ആ നമ്പറുകൾ വേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ വാട്സപ്പില്ല. അപ്പോൾ അങ്ങനെ വാട്സപ്പില്ല, കാരണം അവരുടെ അടുത്ത് കണ്ടമാനം നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. കുറേ നമ്പറുകൾ ഫെയിലായിട്ട് വരുന്നു, കുറേ നമ്പർ സക്സസ് ആയിട്ട് വരുന്നു. ഫെയിൽ ആകുമ്പോഴാണല്ലോ പ്രശ്നം. ആ പ്രശ്നം വരുന്ന സമയത്താണ് നമ്മളെ കോൺടാക്ട് ചെയ്യുക. ആ കോൺടാക്ട് ചെയ്യുന്ന സമയത്താണ് ഈ നമ്പർ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവരെവിടെന്നെങ്കിലും എടുത്തായിരിക്കും. അപ്പോൾ അതിൽ വാട്സപ്പ് ഉണ്ടോ അവർക്കറിയില്ല. അപ്പോൾ വാട്സപ്പ് ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള നമ്പറുകളെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. മൂന്നാമത്തത് വാട്സപ്പിനൊന്ന് വാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വാം ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ പുതിയൊരു വാട്സപ്പൊക്കെ വന്നാൽ ഒറ്റയടിക്ക് ബ്ലോക്കുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ
2 3 അക്കൗണ്ടുകളൊക്കെ നമ്മൾ ലിങ്ക് ചെയ്തെടുക്കുക, വാട്സപ്പ് ലിങ്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ 3 അക്കൗണ്ടുകളുണ്ടല്ലോ. ഞാൻ ഈ ഒരു നമ്പറും ഈ നമ്പറും തമ്മിൽ കുറച്ച് ചാറ്റ് ചെയ്യിച്ചാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നമ്മൾ ചാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണത്. നെക്സ്റ്റ് കൊടുത്ത് ഇതിൽ കുറച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ കുറച്ച് മെസ്സേജുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ സെക്കൻഡ് ഡിലേ സെറ്റ് ചെയ്ത് കൊടുക്കുക. 1 to 1 ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുക. ഇവിടെ നേരത്തെ പോലെ തന്നെ അക്കൗണ്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ 2 വാട്സപ്പ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ 2 സ്ഥലത്തും വാട്സപ്പ് കണക്ട് ചെയ്ത് കൊടുക്കണം. ഈ 2 സ്ഥലത്തും വാട്സപ്പ് കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സ്റ്റാർട്ട് കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. കൂടുതൽ ചാറ്റ് ചെയ്തുകൊണ്ട് വാമപ്പ് ചെയ്യാമെന്ന് പറയുമല്ലോ നമ്മൾ, അങ്ങനെ വാമ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അതേ രീതിയിൽ തന്നെ ഗ്രൂപ്പുകൾ തമ്മിൽ 2 ഗ്രൂപ്പുകളൊക്കെ നമുക്ക് ചെയ്തിട്ടാൽ അങ്ങനെ ഗ്രൂപ്പുകൾ തമ്മിൽ ഇങ്ങനെ വാമ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. 4-മത്തതിൽ ഷെഡ്യൂളാണ്, അഞ്ചാമത്തെ ഫീച്ചേഴ്സ്. അങ്ങനെ 3 ഹെഡിൽ ടോട്ടൽ നമ്മൾ 16 ടൂളുകളാണ് പരിചയപ്പെട്ടത്. അവസാനത്തെ ഒരു ഹെഡ് കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം.